കോഴിക്കോട് താമരശ്ശേരി ചുരം 6-ാം വളവിൽ ടൂറിസ്റ്റ് ബസ് കുടുങ്ങി. സാങ്കേതിക തകരാർ മൂലമാണ് ബസ് കുടുങ്ങിയത്. ചുരത്തിൽ വൻ ഗതാഗത തടസ്സം ഉണ്ടായി. ചെറിയ വാഹനങ്ങൾക്ക് മാത്രമായിരുന്നു ആ സമയത്ത് കടന്നുപോകാൻ സാധിച്ചത്. അതിനുശേഷം ആ ഗതാഗത കുരുക്ക് ഏതായാലും അവിടെ പരിഹരിച്ചിട്ടുണ്ട്. ലിനറ്റ് വർഗീസ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ലിനറ്റ്, എന്താണ് ശരിക്കും സംഭവിച്ചത്? എത്ര നേരം എടുത്തു ഈ ഗതാഗത കുരുക്കൊക്കെ മാറിക്കിട്ടാൻ? ലക്ഷ്മി പത്മ, ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഒരു ടൂറിസ്റ്റ് ബസ് താമരശ്ശേരി ചുരത്തിലെ 6-ാം വളവിൽ കുടുങ്ങുന്നത്. അതിനുശേഷം വലിയൊരു ഗതാഗത തടസ്സമാണ് ചുരത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ വാഹനങ്ങളൊന്നും തന്നെ ഈ ഒരു വഴി കടന്നു പോകാൻ സാധിക്കുന്ന ഒരവസ്ഥയിലല്ലായിരുന്നു. ബസ്സിന് സാങ്കേതിക തകരാറ് മൂലമാണ് ബസ് അവിടെ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ചെറിയ വാഹനങ്ങൾ മാത്രം, ഈ ബൈക്കുകൾ മാത്രമാണ് ആ ഒരു വഴി കടന്നു പോയിക്കൊണ്ടിരുന്നത്. വലിയ ഒരു തടസ്സമാണ് നേരിട്ടുകൊണ്ടിരുന്നത്. പുലർച്ചെ 4 മണി മുതൽ ഇപ്പോൾ 10:30 വരെയാണ് ഇത്തരത്തിലുള്ള ഒരു ബ്ലോക്ക് ഈ ഒരു ചുരത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ഈ ഒരു അടിവാരം ഭാഗത്തു നിന്ന് മെക്കാനിക് എത്തി ബസ് അവിടെ തകരാറ് മാറ്റാൻ വേണ്ടിയുള്ള ബസ് നന്നാക്കാനുള്ള ശ്രമം ആരംഭിച്ചെങ്കിലും അത് നടത്താൻ പറ്റിയില്ല. ഈ ഒരു ചുരത്തിന്റെ വളവിലാണ് ഈ ഒരു ടൂറിസ്റ്റ് ബസ് കുടുങ്ങിയത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഗതാഗത തടസ്സം തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഓഫീസിലേക്കൊക്കെ എത്തേണ്ട സമയം തന്നെ വളരെയേറെ വൈകിയാണ് പലരും അവിടെ നിന്ന് പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരമനുസരിച്ച് സാങ്കേതിക തകരാർ പരിഹരിച്ചുവെന്നും ചുരത്തിലെ 6-ാം വളവിൽ കുടുങ്ങിയ ബസ് വീതി കൂടിയ 5-ാം വളവിലേക്ക് മാറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു ചുരത്തിലെ ഗതാഗത കുരുക്ക് രൂക്ഷമായി തന്നെ തുടരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ലക്ഷ്മി പത്മ. ലിനറ്റ് വർഗീസാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.